الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പരമകാരുണികനായ സർവശക്തനായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ മാസം പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കപ്പെടുന്ന മാസമായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം. പ്രവാചക മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രവാചകനെ സ്നേഹിക്കാൻ എല്ലാ സമയത്തും നമുക്ക് കഴിയണം. അതാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയെ നമ്മെ പഠിപ്പിക്കുന്നത്.
ഒരു ഫോട്ടോ ഇല്ലാതെ, ചിത്രമില്ലാതെ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയ ആ പുണ്യമോമേനിയെ ഇന്നും കോടാനക്കോടി ജനങ്ങൾ അവരുടെ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിൽ രാജകുമാരനായി കാണുന്നുവെങ്കിൽ ലോകത്തൊരു നേതാവിന് കിട്ടാത്ത അംഗീകാരമാണത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ജീവചരിത്രത്തെ അല്പം ഒന്ന് പഠിക്കണം. ആ പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകനെ കാണാത്ത നൂറ്റാണ്ടുകൾക്കപ്പുറം നമ്മുടെ ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചു പോന്ന പ്രഗത്ഭരായ എഴുത്തുകാരും പ്രഗത്ഭരായ ചരിത്രകാരന്മാരും എഴുതി വെച്ച വസ്തുതകളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിയണം. അവരാരും വെറുതെ എഴുതി വെച്ചതല്ല ഒന്നും. ഒരുപാട് പഠനങ്ങൾ നടത്തി, ഒരുപാട് ആളുകളിലൂടെ അന്വേഷണം നടത്തി, ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു മഹാനായ വ്യക്തിയെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാനായ വ്യക്തി ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ തീരാത്ത വിഷമങ്ങളെ അതിജീവിച്ച ഒരു പ്രവാചകൻ. മക്കയിലും മദീനയിലും ധാരാളം വിഷമങ്ങൾ അല്ലാഹുവിന്റെ റസൂല് അനുഭവിച്ചിട്ടുണ്ട്. ജനിച്ചു വീഴുമ്പോ പിതാവിനെ കാണാൻ സൗഭാഗ്യം കിട്ടാത്ത ഒരു പ്രവാചകനായിരുന്നു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ആമിനയുടെ ആ ഒരു ഉമ്മ എന്ന നിലക്ക് സ്നേഹം കെട്ടി വാത്സല്യം കെട്ടി വളർന്നു വരുന്ന ആ സന്ദർഭത്തിലാണ് ആമിനയുടെ വിയോഗവും ഉണ്ടായത്. ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, പിതൃ സഹോദരങ്ങളുടെ സഹായത്താൽ അവരോടൊപ്പം വളർന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം അനാഥനായ ബാലൻ, ദാരിദ്ര്യം കണ്ടറിഞ്ഞു വളർന്ന ബാലൻ, വിശപ്പിന്റെ കാഠിന്യം എത്രയാണെന്ന് മനസ്സിലാക്കി വളർന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പക്ഷേ കുട്ടിക്കാലം മുതലേ ആ പ്രവാചക ജീവിതത്തിലേക്ക്, മുഹമ്മദ് എന്ന കുട്ടിയിലേക്ക്, മുഹമ്മദ് എന്ന യുവാവിലേക്ക് തെറ്റിന്റെ ലാഞ്ചന പോലും കടന്നു വന്നിട്ടില്ല എന്ന ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ ആളുകൾ വിളിച്ചിരുന്ന പേര് കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും അറിഞ്ഞത് അൽ അമീൻ. അമീൻ എന്നല്ല, അൽ അമീൻ, ഏറ്റവും വിശ്വസ്തൻ. ആ മക്കയിലെ പരിസര പ്രദേശങ്ങളിൽ ആരൊക്കെയുണ്ടോ അവരെക്കാൾ വിശ്വസ്തനായ ഒരു യുവാവ് അത് മുഹമ്മദാണ് എന്ന് മക്കയിലെ ഖുറൈശികൾ പ്രഖ്യാപിച്ചത് ആരെ കുറിച്ചാണോ അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ ഒരിക്കൽ മദീന പള്ളിയിൽ ഇരുന്ന് കരയാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾത്തടത്തിലൂടെ താടിരോമങ്ങളിലൂടെ കണ്ണുനീര് വല്ലാതെ ഒഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് കരയുന്നത് കണ്ട് സഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണിത്? എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്താണ് റസൂലേ അതിന്റെ കാരണം? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
വരാനിരിക്കുന്ന ഒരു ഉമ്മത്തിനെ കുറിച്ചാണ് ആ നേതാവ് കരയുന്നത്. കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ച് കൊണ്ട് ആലോചിച്ച് അല്ലാഹുവിന്റെ റസൂൽ കരയാനുണ്ടായ കാരണം സൂറത്തു തകാസുറിന്റെ അവതരണമാണ്. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുന്നവർക്ക് നാശമാണ്. അങ്ങനെ പെരുമ നടിക്കുന്നവരെ ഹത്താ സുർതുമുൽ മഖാബിർ, അവരുടെ ആ പെരുമ നടിക്കലുണ്ടല്ലോ, അത് ഖബറിടം സന്ദർശിക്കുന്നത് വരെ, ഖബർ വരെയുള്ളൂ എന്ന ആ പരിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ ഇറങ്ങിയപ്പോ ഇനി വരാനിരിക്കുന്ന സമൂഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് കരഞ്ഞുപോയ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് നേതാവിന് കഴിയും അങ്ങനെ? തന്നോടൊപ്പമുള്ള സമൂഹത്തോടൊപ്പം ജീവിച്ച ഒരു നേതാവ് ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന പരാജയത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അന്ന് കരഞ്ഞുപോയ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മദീന പള്ളിയിൽ കരഞ്ഞുപോയ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിനെ മറക്കാൻ പറ്റുമോ നമുക്ക്? ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് മാതൃകയുള്ള ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരുപാട് നമുക്ക് നിങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മാതൃകയായ ഒരു ഉപ്പയൻ, ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഉപ്പ. മോളെ, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് പറഞ്ഞ ഉപ്പ. ആ ഉപ്പയിൽ ഒരുപാട് മാതൃകയുണ്ട്. മക്കളെ എങ്ങനെ വളർത്തണം, മക്കളോട് എങ്ങനെ പെരുമാറണം, മക്കളോട് എങ്ങനെ സംസാരിക്കണം എന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ലോകത്തിന് പഠിപ്പിച്ചു തന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ധനികനാണോ, സമ്പത്തുള്ളവരാണോ എങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതിൽ മാതൃകയുണ്ട്. ആ സമ്പത്തിനെ എങ്ങനെ വിനിയോഗിക്കണം, ആ സമ്പത്തിനെ എങ്ങനെ ചെലവഴിക്കണം, ആ സമ്പത്ത് കൊണ്ട് പരലോകം എങ്ങനെ വാങ്ങിക്കണം എന്ന് പഠിപ്പിച്ച ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ലോകത്ത് പകരം വെക്കാനില്ലാത്ത ഒരു സൈന്യാധിപൻ ഉണ്ടെങ്കിൽ അത് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നമ്മുടെ പ്രവാചകനാണ്. അറിയണം ആ പ്രവാചകനെ. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, നബിയേ, യുദ്ധം ചെയ്യാൻ തയ്യാറാണ് നബിയേ, ഞങ്ങൾ തയ്യാറാണ് നബിയേ. എല്ലാറ്റിനും തയ്യാറായി വന്ന അനുയായികളോട് പേപ്പറും പേനയും കൊണ്ടുവരാൻ പറഞ്ഞ് സന്ധി വേണമെന്ന് പറഞ്ഞ ഹുദൈബിയ സന്ധിക്ക് കാരണക്കാരനായ സൈന്യാധിപനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലയാളിയല്ല നമ്മുടെ പ്രവാചകൻ, കൊലയാളിയല്ല, യുദ്ധക്കൊതിയനല്ല, ആളുകളെ കൊല്ലണമെന്ന് പഠിപ്പിച്ചവനല്ല നമ്മുടെ പ്രവാചകൻ. അതറിയാൻ, അത് പഠിക്കാൻ ചരിത്രത്താളുകളിലേക്ക് ഓരോ മുസൽമാനും കടന്നു ചെല്ലണം. മാതൃകയുണ്ട് റസൂലിൽ. ഇണയാണോ? മാതൃകയുണ്ട്. എങ്ങനെ നല്ല ഒരു ഇണയാകണം, തന്റെ തുണയെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ചേർത്ത് പിടിക്കണം, എങ്ങനെ തണലാവണം, എങ്ങനെ വാത്സല്യമാകണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു തന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിൽ മാതൃകയുണ്ട്. ദരിദ്രനാണോ? എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈബാബി താലിബ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ മാസങ്ങളോളം അതിന്റെ പുറകിൽ പട്ടിണി കിടന്ന് കഴിക്കാനൊന്നുമില്ലാതെ കുടിക്കാനൊന്നുമില്ലാതെ കഴിച്ചു കൂട്ടിയ പ്രവാചകൻ, ദരിദ്രനായ പ്രവാചകൻ. ആ പ്രവാചകനിലുമുണ്ട് ഒരു മാതൃക. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാരൻ തന്റെ മുന്നിൽ വരുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരെ
വഞ്ചിക്കാതെ പറ്റിക്കാതെ അവരുടെ മുതലുകൾ കവർന്നെടുക്കാതെ സത്യസന്ധമായി തന്റെ ഉൽപ്പന്നങ്ങളുടെ അതിന്റെ വിവരണങ്ങൾ പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിയ ഏറ്റവും നല്ല ഒരു കച്ചവടക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും നല്ല കച്ചവടക്കാരൻ ഹബീബുനാ വറസൂലുനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം നമ്മുടെ പ്രവാചകനാണ്. നമ്മൾ ആലോചിക്കണം, നമ്മളൊക്കെ പലരും കച്ചവടക്കാരാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ മാതൃകയിലാണോ കച്ചവടം നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ എടുത്താൽ ഒരുപാടുണ്ട്. നല്ല ഒരു അധ്യാപകൻ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുത്ത മഹാനായ അധ്യാപകൻ, ഒരു അധ്യാപകൻ എന്താവണം, എങ്ങനെയാകണമെന്ന് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്ത മഹാനായ അധ്യാപകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം മാതൃകയാണ്. മഹാനായ പ്രവാചകൻ വിദ്യാർത്ഥികൾക്ക് മാതൃകയാണ്. മുഖറബുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിൽ വളരെ വിനയത്തോടുകൂടെ അല്ലാഹുവിന്റെ കലാമുകളെ പഠിക്കാൻ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി വർഷങ്ങളോളം അത് പഠിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടെ ഇരുന്ന മഹാനായ ഒരു വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിന്റെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താ? പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്, മക്കളെ, നിങ്ങൾക്ക് പഠിക്കാൻ മാതൃകയാക്കാൻ ലോകത്തെ ഏത് വിദ്യാർത്ഥികളെക്കാളും ഏറ്റവും നല്ല വിദ്യാർത്ഥി, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ വിദ്യാർത്ഥി, അള്ളാഹുവിലേക്ക് അടുത്ത വിദ്യാർത്ഥി, പഠിക്കുന്നത് മുഴുവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്ത വിദ്യാർത്ഥി ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കും നിങ്ങൾക്കും പറ്റാതെ പോയതും അതാണ്. അള്ളാഹു ആ ഒരു തരത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അയൽവാസിയാണോ അല്ലാഹുവിന്റെ റസൂലിൽ മാതൃകയുണ്ട്. അയൽവാസികളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, അയൽവാസികൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ പഠിപ്പിച്ച, മതത്തിന്റെ പേരിൽ, കളറിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ വേർതിരിവുകളില്ലാതെ മനുഷ്യനാണോ എങ്കിൽ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം വിളമ്പണമെന്ന് പഠിപ്പിച്ച റസൂൽ, അവർക്ക് സമ്പത്ത് ആവശ്യമാണോ കൊടുക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ, ചികിത്സ ആവശ്യമാണോ കൊടുക്കണമെന്ന് പഠിപ്പിച്ച റസൂൽ. ആ റസൂലിന്റെ പേരിലാണ് ഇന്ന് റസൂൽ വളരെ മോശക്കാരനാണെന്ന് പറയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, മുസ്ലിമായവരെ, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കുവാനും അവസരം കിട്ടിയവരെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിച്ച് ഇത്തരത്തിൽ പ്രസ്താവന പറയുന്നവർക്കെതിരെ, എഴുതുന്നവർക്കെതിരെ പറയാനും എഴുതാനുമുള്ള അറിവും കഴിവും നാം നേടിയെടുക്കണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പേര് കേട്ട രാഷ്ട്രീയക്കാരനാണ്. മക്കയിലെയും മദീനയിലെയും ഭരണാധികാരി, അവിടെയുള്ള പ്രജകൾക്കെല്ലാം ഇഷ്ടമുള്ള ഭരണാധികാരി, അവരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മഹാനായ ഭരണാധികാരി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ നിന്ന് വിട പറഞ്ഞപ്പോ മദീനയിലെയും മക്കയിലെയും ആളുകൾ ഒന്നടങ്കം കരഞ്ഞവരുടെ കണ്ണ് കലങ്ങിപ്പോയത്. അല്ലാഹുവിന്റെ റസൂൽ അത്രമേൽ ആ പ്രജകളോട്, ജനങ്ങളോട്, വിശ്വാസികളോട് അത്രക്കധികം ആഴ്ന്നിറങ്ങിയ നേതാവായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു. ഇത് പറയുന്നത്, പ്രിയമുള്ളവരെ, എന്നെ പോലെയുള്ള ആളുകൾ മാത്രമല്ല, മുസ്ലിമല്ലാത്ത ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ലോകത്ത് അറിയപ്പെടുന്ന എഴുത്തുകാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. ഹബീബായ റസൂലിന്റെ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ച് സാമൂഹിക പ്രവർത്തകൻ, അല്ലാഹുവിന്റെ റസൂൽ കളർ നോക്കാതെ, വർഗം നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിപ്പിച്ച റസൂൽ. അതിന്റെ ഉദാഹരണമാണ് കറുകറുത്ത ബിലാലിനെ തോളോട് തോള് ചേർത്ത് പിടിച്ച് മദീന പള്ളിയുടെ മിമ്പറിൽ ബാങ്ക് വിളിക്കാൻ നീഗ്രോക്കാരനായ ബിലാലിനെ അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ട വഫാത്തായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു
അള്ളാഹുവിന്റെ റസൂലില്ലാത്ത മദീന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മദീനയിൽ നിന്ന് അകന്നു പോയത് അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃക. ഇനി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ ലോകം പഠിപ്പിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായ ഗാന്ധിജി അദ്ദേഹത്തിന്റെ പഠനങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും മുഹമ്മദ് നബിയും പ്രവാചകന്റെ ആ പിൻതലമുറക്കാരും പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരുടെ ആ ഒരു ഭരണത്തിന്റെ ആ ഒരു ഭരണ പ്രവർത്തനങ്ങൾ ഗാന്ധിജിയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചതെന്നും കാണാൻ പറ്റും. ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല തിയറി കണ്ടുപിടിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഹബീബായ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുയായി എഴുതി വെച്ചിട്ടുണ്ടത്. ഇന്നത്തെ ചരിത്രം അത് മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ പിഴുതെറിയുന്നു. പക്ഷെ മുസൽമാന്റെ മനസ്സിൽ നിന്ന് ആര് പിഴുതെറിയാൻ ശ്രമിച്ചാലും, ആരെടുത്തു മാറ്റാൻ ശ്രമിച്ചാലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് എത്ര സമയം കേൾക്കുന്നുവോ, എത്ര കാലം കേൾക്കുന്നുവോ, അത്രയും കാലം നമ്മുടെ മനസ്സിൽ ആ പ്രവാചകനും അനുയായികളും ഉണ്ടാകും. അതൊരു സംശയമില്ല കാര്യത്തിൽ. ലോകത്തെ പ്രഗത്ഭരായ 100 ആളുകളുടെ പേരെഴുതി, 100 ആളുകളുടെ പേരെഴുതി. വലിയ ചരിത്രമാണ്. ലോകത്തെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ജീവിതം മുഴുവനും ലോകത്തിന് വേണ്ടി സമർപ്പിച്ച, രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച, സമ്പത്തും അധ്വാനവും ജീവിതവും സമയവും ചെലവഴിച്ച പ്രഗത്ഭരായ 100 ആളുകളുടെ ഒരു ബുക്ക്. അത് എഴുതിയത് ഒരു ക്രിസ്ത്യാനിയാണ്. മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ആ എഴുത്തുകാരൻ എഴുതിയ ദി 100 ranking of the most influential personalities എന്ന് പറയുന്ന ബുക്കിൽ അതിലെ 1ാമത്തെ റാങ്കുകാരൻ ആരാണെന്ന് അറിയുമോ? കേട്ടിട്ടുണ്ടാകും. അത് നമ്മുടെ നബിയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ഗാന്ധിജിയേക്കാൾ, അർണോൾഡ് ടോയിനേക്കാൾ, ആനി ബസന്റിനേക്കാൾ, സരോജിനി നായിഡുവിനേക്കാൾ, സ്വാമി വിവേകാനന്ദനേക്കാൾ, ശ്രീനാരായണ ഗുരുവിനേക്കാൾ, വള്ളത്തോളിനേക്കാൾ, ബുദ്ധനേക്കാൾ ഏറ്റവും പ്രഗത്ഭനായ മോസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതി വെച്ചത് ക്രിസ്ത്യാനിയായ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന എഴുത്തുകാരനാണെങ്കിൽ അവർ വെറുതെ എഴുതി വെച്ചതല്ല, പഠിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം അത് എഴുതി വെച്ചതെങ്കിൽ മുസ്ലിം ഉമ്മത്തെ നമുക്ക് അഭിമാനിക്കാം. ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും. പഠിക്കണം നമ്മൾ ഓരോരുത്തരും. ഭാരതത്തിന്റെ വാനമ്പാടി എന്ന് പറയുന്ന സരോജിനി നായിഡു എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. വളരെ ഏറ്റവും നന്നായി ഇസ്ലാമിന്റെ സംസ്കൃതി എഴുതിയ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ എഴുതിയ 3 ബുക്കുകൾ സരോജിനി നായിഡുവിന്റെ ബുക്കുകളുണ്ട്. ആ ബുക്കുകളിൽ പ്രവാചകന് വേണ്ടി മാത്രം 16 പേജുകൾ മാറ്റിവെച്ചു സരോജിനി നായിഡു. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി എഴുതി വെച്ചു. പഠിക്കണം നമ്മൾ എത്ര പേജ് എഴുതി വെച്ചു? നമ്മൾ എത്ര സമയം മാറ്റി വെച്ചു? നമ്മൾ എത്ര സമയം അതിനെ കുറിച്ച് ചിന്തിച്ചു? എന്നാൽ മുസ്ലിം അല്ലാത്തവർ അതിനു വേണ്ടി സമയം മാറ്റി വെച്ചു. സരോജിനി നായിഡു മരിക്കുന്നതിന്റെ 7 ദിവസം മുമ്പ് കൽക്കത്തയിലെ 10,000-കണക്കിന് ആളുകൾ നിൽക്കുന്നവരുടെ മുന്നിൽ, തന്റെ മുന്നിൽ നിൽക്കുന്ന 10,000-കണക്കിന് നിൽക്കുന്ന ജനങ്ങളുടെ മുന്നിൽ 1.5 മണിക്കൂർ പ്രസംഗിച്ചതിൽ 6 പേജ് ഇസ്ലാമിന്റെ സംസ്കാരത്തെയും പ്രവാചകനെയും കുറിച്ചായിരുന്നു എന്നത് നമുക്ക് പ്രിയമുള്ളവരെ ആ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും.
ഇന്നും നമുക്കത് കാണാൻ പറ്റും. ആ പേജുകളും പുസ്തകങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അങ്ങനെയുള്ള പ്രവാചകനെ സ്നേഹിക്കാൻ ഒരു റബീഉൽ അവ്വൽ 12 മാത്രം മതിയാവുകയില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഒരു റബീഉൽ അവ്വൽ 12 മാത്രം മതിയാവുകയില്ല. ആരാ കൂട്ടര് റബീഉൽ അവ്വൽ 12 നബിദിനം കഴിക്കാൻ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തിങ്കളാഴ്ച നോമ്പെടുക്കാൻ. ഇതേ കാരണം ഞാൻ ജനിച്ച ദിവസം അന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് അന്ന് നോമ്പെടുക്കണമെന്ന് ഹബീബുന റസൂലുള്ളാഹി. ഇമാം ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. ആണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെങ്കിൽ അന്ന് എന്താ ചെയ്യുന്നത്? ചിന്തിച്ചാൽ മതി, പഠിക്കാൻ വേണ്ടി ചിന്തിച്ചാൽ മതി. വിമർശനങ്ങളെക്കാൾ നല്ലത് പഠിക്കുക, മനസ്സിലാക്കുക. ആ വിമർശനങ്ങൾ സത്യസന്ധമാണെങ്കിൽ അംഗീകരിക്കുക. ഇതേ പറയുന്നുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനെ റബീഉൽ അവ്വൽ 12 അന്ന് മാത്രം സ്നേഹിച്ചാൽ പോരാ, അന്ന് സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്ന് വേണ്ട എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യരുതെന്ന് പറഞ്ഞു, അതാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നടന്നു പോകുന്ന വഴികളിൽ ഘോഷയാത്ര നടത്തി ബ്ലോക്ക് ഉണ്ടായാൽ, അതുമൂലം ഒരാളുടെ യാത്ര മുടങ്ങിയാൽ അത് ഹബീബായ റസൂലിന്റെ സുന്നത്തിന് എതിരാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. 12 ആണോ, റബീഉൽ അവ്വലാണോ, റബീഉൽ ആഖിറാണോ? മാസങ്ങളിലെയും മാസങ്ങളും അതിന്റെ ഡേറ്റിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം അന്ന് എഴുതി വെക്കാൻ. കാരണം ജനിക്കാൻ പോകുന്ന അബ്ദുള്ളക്കും മാമിനക്കും ജനിച്ച മുഹമ്മദ് പ്രവാചകനാകാൻ പോകുന്ന ഒരു കുട്ടിയാണ് എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് അതങ്ങനെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എപ്പോഴാ റസൂല് മുഹമ്മദ് നബി ആണ് എന്ന് മനസ്സിലായത്? നബൂവത്ത് കിട്ടി ഖദീജ ബീവി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് പോയി. സംഭവം പറഞ്ഞപ്പോ പറഞ്ഞു, ഇനി ഇത് അവസാനത്തെ പ്രവാചകനാണ് എന്ന് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. ആ പ്രവാചകന്റെ അടയാളങ്ങളുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം ഖദീജ എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുമ്പോഴാണ് പ്രവാചകനായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ ആ വഫാത്തിന്റെ ഡേറ്റും സമയവും അത് ഏത് സമയത്താണ് ആത്മാവ് പോകുന്നത് എന്ന് കൃത്യമായി നമുക്ക് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടണം പ്രിയമുള്ളവരെ. എല്ലാ സമയങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടണേ. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാതെ വിട്ടുപോകരുതേ. ആ ഹബീബാണ് നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശഫാഅത്തിന് വേണ്ടി അല്ലാഹുവിനോട് പറയുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ മഹബ്ബത്ത് ഉണ്ടാകണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലൂടെ പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പരിശുദ്ധ ഖുർആൻ പറയാണ്, നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെയും നിങ്ങൾ പിൻപറ്റുക. ഫത്തബിഊനി, ആ മുത്തു റസൂലിനെ, ആ മാണിക്കക്കല്ലിനെ പിൻപറ്റുക. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കും. മാത്രമല്ല അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പാപം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് എങ്ങനെയൊക്കെയാണ് അല്ലാഹു റസൂലിനെ സ്നേഹിക്കേണ്ടതെന്ന് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പഠിക്കുക. ജീവിതത്തിൽ ആ നേതാവ് നമ്മോടൊപ്പം ഉണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്ന നേതാവാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് ഇൻഷാ അല്ലാഹ് പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഊസിക താനിയ ബിതഖ്വല്ലാഹ് ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനിൽ നല്ല മാതൃകയുണ്ട്. ആ മാതൃകയെല്ലാം കാണിച്ചുകൊണ്ടാണ് റസൂൽ വിട പറഞ്ഞു പോയത്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയെ സ്വീകരിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമുക്ക് ഗുണമാണ്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ പ്രവാചകന്റെ മാതൃകകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് അമ്പിയാക്കളുടെ കൂടെ കൂടണോ, ഔലിയാക്കളുടെ കൂടെ കൂടണോ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ കൂടണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു കാര്യം, നമുക്ക് നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കാൻ പറയുന്നിടത്തൊക്കെ റസൂലിനെ പറയും. അതാ അപ്പൊ എത്ര സ്ഥാനമുണ്ട് ഹബീബിന് നാം അറിയണം. والرسول صلى الله عليه وسلم فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കുന്നവരാണോ അക്കൂട്ടർ, ഫഉലൈക കൂട്ടർ മഅല്ലദീന അൻഅമ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മിനൻ നബിയീൻ, സുബ്ഹാനല്ലാഹ്, പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച വിഭാഗമാണ്. അതേപോലെ സിദ്ദീഖീന, സത്യവാന്മാരുടെ കൂടെ, വശുഹദായി, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടി സ്വർഗാവകാശികളായി പോയ ശുഹദാക്കളുടെ കൂടെ, വസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ, അവരുടെ കൂടെയാണ് നമ്മൾ ഉണ്ടാകുന്നത്. വഹസുന ഉലൈക റഫീക, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കൂട്ടുകാരാണ് അമ്പിയാക്കളാണ്, ശുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, അതുപോലെ സാലിഹീങ്ങളാണ്. വഹസുന ഉലൈക റഫീക, എത്ര നല്ല കൂട്ടുകാർ. ആ നല്ല കൂട്ടുകാരെ കിട്ടാൻ ആരാണ് റസൂലിനെയും അല്ലാഹുവിനെയും അംഗീകരിക്കുന്നത്, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്രയും നല്ലൊരു ഓഫർ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻ-നിസാഇലെ 69-ാമത്തെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ, പടച്ചോനെ പഠിക്കാതെ പോയിട്ടുണ്ട് ഒരുപാടെന്ന്, വായിക്കാതെ പോയിട്ടുണ്ട് ഒരുപാടെന്ന്. അല്ലാഹുവേ, ഇത്രമേൽ റസൂലുള്ളാഹിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ തീരൂല, പറയേണ്ടി വരും കാലങ്ങളോളം. അതുകൊണ്ടാണ് നമ്മളല്ലാത്ത, മുസ്ലിങ്ങളല്ലാത്ത പലരും എഴുതി വെച്ചു പോയത്, അവരാകർഷിക്കപ്പെട്ടത്, അവരുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയത് ആ റസൂലുള്ളാഹിന്റെ ജീവചരിത്രം അവരൊന്ന് കണ്ണോടിച്ചപ്പോഴാണ്. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാവുക, ഉൾക്കൊള്ളാൻ തയ്യാറാവുക, എല്ലാ നിലക്കും ആ ഒരു ജീവിതത്തെ അതിനോട് അറ്റാച്ച് ചെയ്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ദുനിയാവിൽ വേറെ ഏത് മനുഷ്യന്മാരെടുത്താലും ഈ ഓഫർ കിട്ടൂല കേട്ടോ. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുണ്ടോ, എന്റെ ഹീറോ ആര്? ചിന്തിച്ചോളൂ നിങ്ങൾ, എന്റെ ഹീറോ ഏത് തരത്തിൽ, നിങ്ങൾക്ക് എന്താണ് അവർ നൽകിയത്, നിങ്ങളെ കുറിച്ച് അവർ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? നേരത്തെ പറഞ്ഞില്ലേ, മദീന പള്ളിയിൽ ഇരുന്ന് കരഞ്ഞത്
حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ കരഞ്ഞു പോയ ഹബീബുന റസൂലുള്ളാഹി അതുപോലെ ഏതെങ്കിലും നേതാവ് കരഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് വേണ്ടി? നമ്മൾ അറിഞ്ഞിട്ടുണ്ടാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ചിലരൊക്കെ ഫോട്ടോ വെച്ചിട്ട് നടക്കുന്നത് മനുഷ്യന്മാർ. ഞാൻ പറയുന്നത് അവരൊക്കെ വിഡ്ഢികളാണ്. ഒന്നും വിചാരിക്കരുത്, ഒരു മുസ്ലിം അത് ചെയ്യാൻ പാടില്ല, കാര്യമില്ല. ആ ഇഷ്ടം വെറുതെ, ആ സ്നേഹം വെറുതെ. പാപം വെറുക്കുന്ന ഇഷ്ടം അറിയാം. അതുപോലെ മുസൽമാനെ, അതാണ് വേണ്ടത്. മുസൽമാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെ ഇഷ്ടപ്പെടാം. ഇനി എങ്ങനെയൊക്കെ ഇഷ്ടപ്പെടണം, ഏതൊക്കെ രൂപത്തിൽ ഇഷ്ടപ്പെടണം, ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7 മണിക്ക് ഖുർആൻ ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചകളിലേക്ക് മാറ്റിയെങ്കിലും ഒന്നുകൂടെ സൗകര്യം ഞായറാഴ്ചകളിലേക്കാണ് എന്നുള്ളത് കൊണ്ട് ഞായറാഴ്ചകൾക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പഠിക്കാൻ വരുന്നവർക്ക് ഒരു സമ്മാനം കൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പരിഭാഷ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ വരുന്നവർക്ക് സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അതൊരു വലിയ സമ്മാനം തന്നെയാണ് അതങ്ങനെ കാണുന്നവർക്ക്. അതുകൊണ്ട് പഠിതാക്കളായി ഖുർആൻ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഹബീബായ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിനെ അംഗീകരിച്ച് അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളായ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറഞ്ഞതുപോലെ ജീവിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഇന്നലെ മംഗലാപുരത്ത് ബസ് കാത്തു നിന്ന 6 ആളുകൾ, ഒരേ കുടുംബത്തിൽപ്പെട്ട 6 ആളുകൾ ഒരു ബസ് വന്ന് കയറി തൽക്ഷണം മരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്ന് എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വലിയ വലിയ രോഗങ്ങൾ ഉള്ളവരായിക്കൊണ്ടാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്. കുറേയേറെ ആളുകൾ പലപ്പോഴും പേടിയാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്താൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ കുറ്റമാണ്. സഹോദരങ്ങൾ, എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുടെ രോഗത്തിന് ശമനം നൽകുമാറാകട്ടെ. ഷാഫിയായ റഹ്മാനെ, ശിഫ നൽകുന്ന റബ്ബേ, അവർക്ക് ശിഫ നൽകി സന്തോഷം നൽകണം റഹ്മാനെ. ഏത് മരുന്നിനേക്കാളും നിന്റെ ശിഫയല്ലാതെ ഒരു ശിഫയില്ല റഹ്മാനെ. അല്ലാഹു ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, കുടുംബാംഗങ്ങൾ പലരും മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. ഇണകൾ മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ഖബറുടെ നീ വിശാലമാക്കണേ റഹ്മാനെ. സ്വർഗ്ഗപൂന്തോപ്പാക്കണേ റഹ്മാനെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا وقرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب